എനിക്ക് അടുത്തായിട്ട് ചോദിക്കാനുള്ള ചോദ്യം എന്ന് വെച്ചാൽ നമുക്ക് ഇലക്ഷൻ നടക്കുമ്പോൾ ഒരുപാട് ക്യാമ്പയിൻസും മീഡിയയുടെ ഇൻ്റർവ്യൂസൊക്കെ കാണും. അപ്പോൾ ഒരുപാട് ചെറുപ്പക്കാർ വന്നിട്ട് പറയുന്നതാണ് വിദ്യാഭ്യാസമുള്ള ആളുകൾ, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ രാഷ്ട്രീയത്തിലേക്ക് വരണം. അവർ എഡ്യൂക്കേറ്റഡ് ആണ്, പക്ഷെ അവർ വരുന്നില്ല. മനസ്സിലാക്കണം. പക്ഷേ ഇങ്ങനെയുള്ള ആളുകളോട് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? താങ്കൾ എഡ്യൂക്കേറ്റഡ് ആണ്, താങ്കൾ സ്വയമായിട്ട് പഠിച്ച് കേസുകളൊക്കെ നടത്തി, അല്ലെ ഇത് സ്വയമായിട്ട് രാഷ്ട്രീയത്തിലേക്ക് വന്നു, അല്ലെ ഒരു പർട്ടിക്കുലർ രാഷ്ട്രീയ പാർട്ടിയിൽ പോയി പ്രവർത്തിക്കാൻ സ്വന്തമായി സംവിധാനങ്ങളുണ്ടാക്കി വന്ന ഒരാളാണ്. താങ്കൾ ഇതിനെ എങ്ങനെയാണ് നോക്കുകയാണ്? എന്താണ് അത്തരം ആളുകളോട് പറയാനുള്ളത്? കേരളം പ്രബുദ്ധതയുള്ള ജനതയുള്ള നാട്, ഇത്രയും വിദ്യാഭ്യാസമുള്ള ആളുകളുള്ള നാട്. പക്ഷേ ഇത്രയും വിദ്യാഭ്യാസമുള്ള ആളുകൾക്ക് ചെയ്യേണ്ട ഒരു കാര്യം എഴുതാനും വായിക്കാനും തയ്യാറാകും. എഴുതാനും വായിക്കണം, അതായത് നമ്മുടെ കറണ്ട് അഫയേഴ്സും നമ്മുടെ ജീവിതത്തെ, ഞാൻ പറഞ്ഞ ഫിക്ഷൻ വായിക്കുന്ന കാര്യമല്ല പറയുന്നത്, നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന, നമ്മളുടെ ജീവിത നിലവാരത്തെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ഇടപെടാൻ വേണ്ടി നമ്മൾ ഈ പഴയ രാഷ്ട്രീയ രീതികളിലൊന്നും പ്രയോഗിക്കേണ്ട ഒരു ആവശ്യമില്ല. പക്ഷേ എഴുതാനും വായിക്കാനും തയ്യാറായാൽ തന്നെ വലിയൊരു മാറ്റം വരും. ഞാൻ എഴുതാനും വായിക്കാനും തയ്യാറാണെന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ കോടതി വ്യവഹാരങ്ങളിൽ നിയമപരമായ പോരാട്ടങ്ങളൊക്കെ നടത്തുന്നത് വായിച്ചിട്ടും എഴുതിയിട്ടും മാത്രമാണ്. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ഞാൻ പലതും പങ്കുവയ്ക്കുന്നത് ഞാൻ എഴുതിയിട്ടാണ്. ഇപ്പോൾ ഞാൻ ഒരു 5 വർഷം മുമ്പ് എനിക്ക് മലയാളം ഇങ്ങനെ എഴുതാൻ അറിയില്ല. ഞാൻ സ്കൂളിൽ 3ാം ക്ലാസ്സിന് ശേഷം ഞാൻ മലയാളം പഠിച്ചിട്ടില്ല. അപ്പോൾ മലയാളം അത് ഈ ഫേസ്ബുക്കിലൊക്കെ കേരളത്തിലെ എൻ്റെ നാട്ടുകാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് മലയാളത്തിൽ എഴുതണം എന്നുള്ള ബോധ്യം വന്നപ്പോൾ ഞാൻ എഴുതി പഠിച്ച കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ ഇംഗ്ലീഷ് വായിക്കാനും എഴുതാനും പഠിക്കാൻ പറ്റും. അപ്പോൾ മലയാളവും ഇംഗ്ലീഷും രണ്ടും കൈകാര്യം ചെയ്യാനായിട്ട് പഠിക്കുകയും, അതേപോലെ തന്നെ ഇപ്പോൾ CRPC IPC പോലുള്ള നിയമങ്ങൾ, ഇന്ത്യൻ എവിഡൻസ് ആക്ട് അല്ലെങ്കിൽ ഭരണഘടന ഭരണഘടന എത്ര പേര് വായിക്കുന്നു? ഭരണഘടന ഞാൻ വായിച്ചിട്ടുണ്ട് പലതവണ, അതും പോലെ ഇനിയും വായിക്കേണ്ടിയിരിക്കുന്നു. പല സാഹചര്യങ്ങൾ വരുമ്പോൾ വീണ്ടും എടുത്ത് റെഫർ ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങിത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എഴുതിയും വായിച്ചും നമുക്ക് ലഭിക്കുന്ന ഒരു കോൺഫിഡൻസും അതിൽ നിന്ന് കിട്ടുന്ന നോളജും നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിയിട്ടുള്ള തെറ്റായ ഭയം, ഫിയർ എന്ന് പറഞ്ഞ സാധനം നമുക്ക് നാച്ചുറലായിട്ട് ഉണ്ടാകുന്ന, ലെജിറ്റിമേറ്റ് ആയിട്ട് ഉണ്ടാകുന്ന സാഹചര്യങ്ങളുണ്ട്. അതായത് ഒരു പുലി നമ്മളെ കടിക്കാൻ വരുന്നു, പുലി പിടിക്കാൻ വരുന്നു, നമ്മൾ പേടിച്ച് മരത്തിൽ കയറണം. പക്ഷേ നമ്മളിപ്പോൾ ഈ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ വളർന്നു വരുമ്പോൾ നമ്മളിൽ ഉണ്ടായിട്ടുള്ള പല ഭയങ്ങളും വെറും ഫേക്കാണ്, അത് യഥാർത്ഥത്തിലില്ല. ഇപ്പോൾ ഞാൻ V4 കൊച്ചിയൊക്കെ രൂപീകരിച്ച് ഇവിടുത്തെ റിയൽ എസ്റ്റേറ്റ് മാഫിയ എന്ന് പറയുന്ന ആളുകൾക്കെതിരെയൊക്കെ തിരിയുമ്പോൾ ഇപ്പോൾ കൊല്ലും തല്ലും ഇടിക്കും, CPM അങ്ങനെയാണ്, കോൺഗ്രസിൻ്റെ ആ നേതാക്കൾ ഗുണ്ടകളാണ്, അത് ചെയ്യുന്നുണ്ട്. ഒരുത്തിനും എൻ്റെ മുമ്പിൽ നിൽക്കാൻ പറ്റുന്നില്ലല്ലോ. കാരണം 99% ഈ കഥകളൊക്കെ ഫേക്കാണ്. ഈ കഥകളൊക്കെ ഫേക്കാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ വായിച്ച് നമ്മൾ ചെറുതായിട്ട് പ്രയോഗിച്ചു കൊടുക്കുമ്പോൾ അവരുടെ റിയാക്ഷൻസിൽ നിന്നും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകും. ഇവർക്കൊക്കെ ഇത്രയൊക്കെ പറ്റുള്ളൂ, നെഞ്ചും വരിച്ച് നിന്ന് തിരിച്ച് പോടാന്ന് പറഞ്ഞാൽ അവർ ഓടിപ്പോവും. അപ്പോൾ ഈ പറഞ്ഞ നമ്മുടെ സമൂഹത്തിൽ അനീതിയും ഒരു അരാഷ്ട്രീയമായ സാഹചര്യം സൃഷ്ടിക്കുകയും, അരാഷ്ട്രീയം എന്ന് ഞാൻ പറയുന്നത് നിലവിലെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ യഥാർത്ഥത്തിൽ അരാഷ്ട്രീയവൽക്കരിച്ചു കഴിഞ്ഞു. അവരിപ്പോൾ ജനത്തിൻ്റെ അല്ലെങ്കിൽ നാടിൻ്റെയോ അഭിവൃദ്ധിക്ക് വേണ്ടിയല്ല നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ അവർ അരാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടു എന്നുള്ളതാണ് എൻ്റെ നിലപാട്. അപ്പോൾ അത്തരം സംവിധാനങ്ങളെ നേരിടാനും സമൂഹത്തിൽ ശരിയായ ദിശയിൽ മാറ്റങ്ങൾ വരുത്താനും ചെറുപ്പക്കാരും വിദ്യാസമ്പന്നരായ ആളുകളും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി വരണം എന്നുള്ളതും സാമൂഹിക വിഷയത്തിൽ ഇടപെടണം എന്ന് പറയുമ്പോഴും അടിസ്ഥാനപരമായി അവർ ചെയ്യേണ്ടത് എഴുതാനും വായിക്കാനും തയ്യാറാകുക എന്നുള്ളതാണ്. ഇപ്പോൾ മറ്റൊരു യാഥാർത്ഥ്യം, ഇപ്പോൾ ഒരു വ്യക്തിക്ക്, ഒരു ചെറിയ ടീമിനോ ചില ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഞാൻ നിൽക്കുമ്പോൾ, കഴിഞ്ഞ 4-5 വർഷത്തെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് നിൽക്കുമ്പോൾ പുതിയ ആളുകൾ എഴുതാനും വായിക്കാനും തയ്യാറായി വരുന്ന ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്ന ആളുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ നേരത്തെ ഞാൻ സംസാരിച്ച പോലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സ്പ്രെഡ് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടായി വരികയുള്ളൂ. നമ്മൾ കാണുന്ന ഒരു ഓളത്തിന് ആളുകൾ ഇറങ്ങി വരുമായിരിക്കും. പക്ഷേ ആ ഓളത്തിന് ആളുകൾ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഒരു സ്ഥിരമായൊരു സംവിധാനം നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. നമ്മളിപ്പോൾ പഴയ CPM പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികളെ പരിശോധിച്ചാൽ തന്നെ മനസ്സിലാവും. അവരുടെയൊക്കെ രൂപീകരണ വേളയിലൊക്കെ ആ പാർട്ടികൾ, ഇപ്പോൾ CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലൊക്കെ, അപ്പോൾ അതിനുവേണ്ടി എഴുതാനും വായിക്കാനും പഠിക്കാനും തയ്യാറായുള്ള ആളുകളുണ്ടായിരുന്നു. ഈ പണം ആവശ്യമാണെന്നൊക്കെ പലരും പറയും. പണമൊക്കെ രണ്ടാമത്തെ വിഷയമാണ്. ഇപ്പോൾ പണം ആവശ്യമില്ലാണ്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും. നമുക്കൊരു ലീഗൽ കൺസൾട്ടൻറ്റിനെ വെക്കുന്നതിന് പകരം നമ്മൾ നിയമം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പണം അവിടെ ആവശ്യം വരുന്നില്ലല്ലോ. അപ്പോൾ ക്യാഷ് എന്ന് പറഞ്ഞ സാധനം ആവശ്യമില്ലാണ്ട് നമുക്ക് പലപ്പോഴും പല സർവീസുകളും നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി ഡെലിവർ ചെയ്യാൻ പറ്റും. അപ്പോൾ
അതിന് ആകാതെ ഈ യുവാക്കൾ രാഷ്ട്രീയത്തിലേക്ക് വരണം എന്നൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അതിൽ കുറേ സെൽഫ് ഡിസിപ്ലിനും ആയിട്ടുള്ള ടൈം മാനേജ്മെൻറ്റും ബാധകമാണ്. ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഒരു 5000 വർഷം മുമ്പോട്ട് പിന്നിലേക്ക് പോയാൽ തന്നെ നമ്മൾ വളരെ ദുർഘടം പിടിച്ച വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിലാണ് നമ്മുടെ ഈ ശരീരവും മനസ്സുമൊക്കെ നമ്മുടെ പൂർവികർ ജീവിച്ചിട്ടുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ പാകപ്പെട്ടിട്ടുള്ള ജീൻസ് പേറിയിട്ടാണ് നമ്മൾ ശരീരവും മനസ്സും പേറിയിട്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. നമ്മൾ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഏത് തരത്തിലും നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. നമ്മളെ ഗ്രൂം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പല രീതിയിലും ലിമിറ്റ് ചെയ്ത് വെച്ചേക്കാണ്. നമ്മൾ കുറച്ചൊന്ന് ധൈര്യം കാണില്ല. ആ ധൈര്യം എല്ലാവരും, ഇപ്പോൾ ഐ ആം നോട്ട് സ്പെഷ്യൽ അറ്റ് ഓൾ, ഞാൻ എപ്പോഴും എടുത്ത് പറയുന്ന കാര്യമാണ്. എന്നിലുള്ള ധൈര്യം ഇവിടുത്തെ എല്ലാ മനുഷ്യരിലും ഉണ്ട്. അത് നമ്മൾ തിരിച്ചറിയണമെന്ന് മാത്രമേ ഉള്ളൂ. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനുവേണ്ടി ഈ പ്രിപ്പറേഷൻസ് നടത്താനായിട്ട് എഴുതാനും വായിക്കാനും തയ്യാറാകുക എന്നുള്ളതാണ് ചെറുപ്പക്കാരും വിദ്യാസമ്പന്നരായ ആളുകളും പ്രബുദ്ധരായ ആളുകളും പത്രം വായിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ വെറുതെ നമ്മളൊരു ഫോളോവേഴ്സ് ആകാതെ, ഇറ്റ് ഈസ് ഈസി ടു ബിക്കം ഫോളോവേഴ്സ് മാത്രമാകാതെ ആക്ട് ചെയ്യുന്നു. ആക്ഷൻ ടേക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മുദ്രാവാക്യം വിളിച്ച് റോഡിലിറങ്ങി സമരം ചെയ്യേണ്ട, വീരാകാശം എഴുതാം, ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പോൾ തെറ്റി പറയുമ്പോൾ റിസർച്ച് ചെയ്ത് പഠിച്ച് അതിന് കൗണ്ടർ അപ്പീൽ ഫയൽ ചെയ്യുക. ഇത്തരം കാര്യങ്ങൾ കോടതികളിൽ വിഷയങ്ങൾ ഉന്നയിക്കുക. രാഷ്ട്രീയ പാർട്ടികൾ പറയുന്ന കാര്യങ്ങൾ, തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് സോഷ്യൽ മീഡിയ പോലുള്ള സ്ഥലങ്ങളിൽ എഴുതുക, അല്ലെങ്കിൽ വീഡിയോ ഇടുക. അപ്പോൾ എഴുതാനും വായിക്കാനും ഞാൻ പറയുന്നത് തന്നെ ഇപ്പോൾ വേറെ വിഷ്വൽ മീഡിയാസും ഉണ്ടല്ലോ. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ യുവാക്കൾ ഇറങ്ങാൻ തയ്യാറാകണം. അങ്ങനെ ഇറങ്ങുന്നവർ തമ്മിലുള്ള ഒരു കോർഡിനേഷനിലേക്ക് കാര്യങ്ങൾ പോകുമ്പോഴാണ് മാറ്റങ്ങൾ ഉണ്ടാവുക.